കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാദിനിയുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന താടിദാസനൊപ്പം എൻ്റെ സ്നേഹിതനും ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതായിരിക്കുന്ന താടിദാസൻ ബെൻസൺ ദാനിയലിനും കുടുംബത്തിനും ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് വലിയവനായിരിക്കുന്ന ദൈവം കൃപ ചെയ്തതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രാർത്ഥനയുടെ തണിൽ എന്ന പേരിൽ പ്രഭാതത്തിൽ നടക്കുന്നതായിരിക്കുന്ന 366 ദിവസമാണല്ലോ ഇന്ന്. കഴിഞ്ഞ ഒരു വർഷക്കാലം തുടർമാനമായി ഈ പ്രഭാതത്തിൽ പ്രകാരം പ്രാർത്ഥിപ്പാൻ സഹായിച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ചിലരൊക്കെ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച് അല്പസമയങ്ങളേ ആയുള്ളൂ. എന്നാൽ ഇന്ത്യയുടെ സമയം അനുസരിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏകദേശം 6.5 മണിക്കൂർ കഴിഞ്ഞു. എന്നാൽ വാസ്തവത്തിൽ ലോകത്തിലേക്ക് അഥവാ ഈ വർഷം പുതുവർഷം കടന്നു വന്നിട്ട് ഏകദേശം ഒരു ദിവസം പിന്നിടാൻ പോവുകയാണ്. കണക്കുകൾ അനുസരിച്ച് പസഫിക് സമുദ്രത്തിലുള്ളതായിരിക്കുന്ന കിരിബത്തി എന്ന് പറയുന്ന ദ്വീപിലാണ് ആദ്യം പുതുവർഷം വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അത് ഇന്ത്യൻ സമയം 3:30-ക്കാണ്. ഇന്ത്യൻ സമയം പകല് 3:30-ക്കാണ് അവിടെ പുതുവർഷം കടന്നു വരുന്നത്. ഇങ്ങനെ പല സമയങ്ങളിലാണ് പല രാജ്യങ്ങളിലും വരുന്നത്. അതെല്ലാം മനുഷ്യൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ പിന്നിലൊക്കെ ദൈവത്തിൻ്റെ കരമുണ്ട്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അടയാളങ്ങൾക്കായും കാലം, ദിവസം, സമയം, സംവത്സരം ഇങ്ങനെ വേർതിരിപ്പാനായിട്ടും ദൈവം ആകാശത്തിൽ തൻ്റെ ജ്യോതിർഗോളങ്ങളെ അഥവാ പ്രകാശം വെച്ചിരിക്കുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിപ്പാൻ കഴിയുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ കരമാണ് പ്രവർത്തിക്കുന്നത്. അതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവിൻ്റെ ദാസൻ ബെൻസൺ പാസ്റ്റർ വായിച്ചതായിരിക്കുന്ന സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ്. അതിലൊരു ദൈവിക നടത്തിപ്പുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇന്ന് മെസ്സേജിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതായിരിക്കുന്ന കുറിവാക്യവും ആ സങ്കീർത്തനത്തിൽ നിന്നും തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ പറഞ്ഞു ഒത്തിട്ടൊന്നുമല്ല. സ്തോത്രം. അതിൻ്റെ 11-ാമത്തെ വാക്യം, 65-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം. പുതുതായിട്ട് ഇപ്പോൾ കയറിയവരുണ്ടെങ്കിൽ അവരുടെ അറിവിലാണ്. 65-ാം സങ്കീർത്തനമാണ് കർത്താവിൻ്റെ ദാസൻ വായിച്ചത്. 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നീ അഥവാ ദൈവം സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന വചനം നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. സംവത്സരത്തെ ദൈവം തൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. ഇവിടുത്തെ അക്ഷരികമായി നോക്കിയാൽ ദേശത്ത് മഴ പെയ്ത് വളരെ പച്ചപ്പൊക്കെ വന്ന് കൃഷിയിടങ്ങളിലൊക്കെ നല്ലതുപോലെ കൃഷിയൊക്കെ ഇറക്കി ഇതെല്ലാം നല്ല പച്ചപ്പ് പിടിച്ചു നിൽക്കുന്നതായ മനോഹരമായ സുന്ദരമായ കാഴ്ച കണ്ടുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം രചിച്ചതെന്ന് നമുക്കിതിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാ മൃഗജാലങ്ങളും ആടുമാടുകളൊക്കെ അവ തിന്നുകയും കുടിക്കുകയും ആർക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭവനങ്ങളിലൊക്കെ വലിയ ആനന്ദവും സന്തോഷവും ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന സമയത്തെയാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. 9 മുതൽ നീ ഭൂമിയെ സന്ദർശിച്ചു, നനയ്ക്കുന്നു, അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉണങ്ങി വരേണ്ട അവസ്ഥകൾ മാറി ഒരു പച്ചപ്പിൻ്റെ, ഒരു കുളിർമയുടെ അനുഭവം ദേശത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അത് വലിയൊരു അലങ്കാരമായി അത് വളരെ സൗന്ദര്യമായിട്ട് കണ്ടുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആ സംവത്സരം എന്നുള്ളതിനെ
മറ്റൊരു നിലവാരത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ലൈഫ് അഥവാ ജീവിതം എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. നീ ഒരു മനുഷ്യന്റെ ജീവിതത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു എന്നുള്ള നിലവാരത്തിൽ നമുക്ക് ആ വചനം ചിന്തിക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. സകല നന്മയുടെയും കാരണഭൂതൻ ദൈവമാണ്. സ്തോത്രം. ദൈവം നന്മയുടെ ഉറവിടമാണ്, നന്മയുടെ ഭണ്ഡാരമാണ് സ്വർഗത്തിലെ ദൈവം. പ്രൈസ് ദി ലോർഡ്. വളരെ ഖേദത്തോട് പറയട്ടെ, ഈ നന്മ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ അനേകരുടെ മനസ്സിലും പണം, ഭൗതികമായിരിക്കുന്ന ആ ചിന്തയാണ് അനേകരുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ ആ ചിന്തകൾ മാറ്റണം. ആമേൻ. ദൈവത്തിൻ്റെ നന്മ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ദൈവം തൻ്റെ സൃഷ്ടിയിൽ മേത്രമായ മനുഷ്യന് വേണ്ടി ചെയ്യുന്നതൊക്കെ നന്മയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആമേൻ. 31-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 39-ാം സങ്കീർത്തനം അതിൻ്റെ 31 അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വലിയ രണ്ട് വിധമായ നന്മകളെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചത് അഥവാ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ അർത്ഥം. സ്തോത്രം. ദൈവത്തിന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒരു നന്മയുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ അഥവാ ദൈവത്തിൻ്റെ മക്കൾക്ക് കാണത്തക്ക രീതിയിൽ, അനുഭവത്തിക്കത്തക്ക രീതിയിൽ, ഓരോ ദിവസവും രുചിക്കത്തക്ക രീതിയിൽ ദൈവം കൊടുക്കുന്നതായിരിക്കുന്ന നന്മകളുണ്ട്. അത് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും, നമുക്ക് അനുഭവിക്കാൻ കഴിയും, നമുക്ക് രുചിക്കാൻ കഴിയും, നമുക്കിവിടെ അതിൽ സന്തോഷിക്കാൻ കഴിയും, നമുക്ക് മഹത്വം കരേറ്റുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനൊക്കെ കഴിയുന്നതായിരിക്കുന്ന നന്മ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ അക്ഷരികമായി അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വലിയ നന്മ ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന് വെളിപ്പെട്ട നന്മ, മറ്റൊന്ന് വെളിപ്പെടുവാൻ പോകുന്ന നന്മ എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ നന്മ എന്നുള്ളതായിരിക്കുന്ന വാക്കിന് ഗുഡ്നെസ് എന്നുള്ളതായിരിക്കുന്ന ഒരു വേർഡ് ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ബൗണ്ടി എന്നുള്ളതായിരിക്കുന്ന മറ്റൊരു വേർഡ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഗുഡ്നെസ്സിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അത് ദയയാണ്. അപ്പോൾ ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, വേറൊരു ഭാഗത്ത് ദൈവത്തിന്റെ മഹാദയ എന്നുള്ളതായിരിക്കുന്ന ഒരു പദം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ശ്രേഷ്ഠതകളെ ഘോഷിക്കുമ്പോൾ മോശയുടെ മുമ്പാകെ ദൈവത്തിന്റെ ശ്രേഷ്ഠതകളെ ഘോഷിക്കുമ്പോൾ അവിടെ പറയുന്നതായിരിക്കുന്ന ഒരു പദമാണ് മഹാദയ എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ മഹാദയ എന്ന് പറഞ്ഞാൽ നമുക്ക് യോഗ്യതയില്ലാതെ, പ്രാപിക്കാൻ അർഹതയില്ലാതിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ മേൽ ഹല്ലേലൂയ ദൈവം പ്രകടമാക്കുന്ന ഒരു ഹല്ലേലൂയ ദൈവത്തിന്റെ മഹാദയ. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയ നന്മയാണ്.
വലിയൊരു നന്മയാണ്. സ്തോത്രം. ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ട് ദൈവത്തിന് കൂടെ വസിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവത്തിന്റെ ജനം മാറ്റപ്പെടുമ്പോൾ, ദൈവജനം അങ്ങനെ ആയിരിക്കുമ്പോൾ, ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന, ദൈവം വിളിച്ചതായിരിക്കുന്ന, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം നിയോഗിച്ചതായിരിക്കുന്ന മോശയുടെ മുമ്പാകെ ദൈവം വെളിപ്പെട്ടിട്ട് അവിടെ ദൈവത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് പറയുമ്പോൾ തന്നോട് പറയുന്നതായിരിക്കുന്ന ഒരു കാഹനിയാണ് ദൈവത്തിന്റെ മഹാദയ എന്നുള്ളതായിരിക്കുന്ന ഒരു പദം അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. കാരണം തന്റെ സമസൃഷ്ടങ്ങൾക്ക് ഹല്ലേലൂയ പ്രാപിക്കുവാൻ കഴിയാത്ത ഒരു സാന്നിധ്യം, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ ആലോചന പ്രാപിക്കുവാൻ തക്കവണ്ണം മോശയ്ക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ മഹാദയ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മൾ വായിക്കുന്നത് സ്നേഹിതന്മാർ തമ്മിൽ അഭിമുഖമായി സംസാരിക്കുന്നത് പോലെ ദൈവവും മോശയും തമ്മിൽ സംസാരിച്ചു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കുക പ്രിയമുള്ളവർ, ഒരു ലേവി ഗോത്രത്തിൽ അടിമകളുടെ മകനായി ജനിച്ച മോശ, സ്തോത്രം, തന്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ താനേക്ക് കൊട്ടാരത്തിൽ 40 വർഷക്കാലം ജീവിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചു. എന്നാൽ ഒരിക്കലും ഒരു അടിമയ്ക്ക് കൊട്ടാരത്തിൽ വളരുവാനുള്ളതായ യോഗ്യതയില്ല, അങ്ങനെ ഒരു അവസരം വരികയില്ല. എന്നാൽ ദൈവം അങ്ങനെ തനിക്ക് വേണ്ടി ഒരു അത്ഭുത വഴി ഒരുക്കി. അവിടെ നിന്ന് 40 വർഷക്കാലം വീണ്ടും മരുഭൂമി വാസത്തിലേക്ക് താൻ പോകുന്നതായ അവസ്ഥ. എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിന്റെ കരുണയും തന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട്, മഹാദയ തന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം തന്നെ എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ പ്രതിസന്ധിയുടെ നടുവിൽ ജനനം കൊടുത്ത് അനവധി പ്രതിസന്ധികളിലൂടെ തന്നെ കടത്തിവിട്ട് മെനഞ്ഞെടുത്തുവോ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിയോഗിക്കുമ്പോൾ അവിടെയും അനവധി വെല്ലുവിളികൾ, അനവധി പ്രതിസന്ധികൾ കടന്നു വരികയാണ്. ദൈവം വിടുവിച്ചെടുത്തതായിരിക്കുന്ന ജനം തന്നെ വിഗ്രഹാരാധനയിലേക്ക്, പാപത്തിലേക്ക്, നാശത്തിന്റെ പാതയിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ മഹാദയ മോശയെ വിട്ടുമാറുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ സമസൃഷ്ടങ്ങൾക്ക് ലഭിക്കാത്ത, നമ്മളെ പോലെ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവും അസ്ഥിക്ക് അസ്ഥിയുമായിരിക്കുന്ന അനേകർക്ക് ലഭിക്കാത്തതായിരിക്കുന്ന കരുണയും ദയയും ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആ ഒരു കാര്യമുണ്ട്. ദൈവം തന്റെ നന്മ കൊണ്ട് നമ്മളെ അലങ്കരിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വർഷങ്ങളിൽ എത്രയോ ജീവിതങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. അവര് കടന്നുപോയ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയതാണ്. അവർ സഞ്ചരിച്ച പാതകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചതാണ്. അവർ ശ്വസിച്ചതായിരിക്കുന്ന അതേ സ്ഥലത്തൊക്കെ നമ്മളും വസിച്ച് ജീവശ്വാസം വായു ശ്വസിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. അവർ ഭക്ഷിച്ചതുപോലെയുള്ള ആഹാരം നമ്മൾ ഭക്ഷിച്ചതാണ്. അവർ കുടിച്ചതുപോലെയുള്ള വെള്ളം നമ്മൾ കുടിച്ചതാണ്. എന്നാൽ പലരുടെ ജീവിതത്തിൽ അത് ഹാനിയായി ഭവിച്ചപ്പോൾ അനേക 2026 കാണാതെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ വലിയവനായിരിക്കുന്ന ദൈവം 2026 കാണുവാനുള്ളതായ ഒരു ഭാഗ്യം നമുക്ക് തന്നെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായ ഒരു മഹാദയ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ നന്മ ദൈവം നമുക്ക് തന്നതാണ്. ഈ നന്മ ദൈവം നമ്മെ അലങ്കരിച്ചതാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് 23-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. നമ്മളിവിടെ വായിക്കുന്നത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മെ പിന്തുടരുന്ന നന്മയെ കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്.
ആമേൻ. ലോക മനുഷ്യൻ മുഴുവൻ നന്മയുടെ അഥവാ ധനത്തിന്റെ പിറകെ ഓടുകയാണ്, ധനത്തിന് വേണ്ടി ജീവിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ ദൈവത്തെ പിൻപറ്റുന്നവനായതുകൊണ്ട്, ദൈവത്തെ അനുഗമിക്കുന്നവനായതുകൊണ്ട്, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ആ ദൈവത്തിന്റെ പാതയിൽ തന്നെ നടക്കുന്നവനായതുകൊണ്ട്, ആമേൻ, കർത്താവ് നമുക്ക് പിൻപറ്റുവാൻ ഒരു കല്ലിലെ പാത വെച്ചിട്ടുണ്ട്, ഒരു കാലടികൾ വെച്ചിട്ടുണ്ട്, കാൽച്ചുവടുകൾ വെച്ചിട്ടുണ്ട്. അതിനെ നോക്കി അനുഗമിക്കുന്ന ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. മക്കളെ, ആമേൻ, ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്ന ആ വലിയ നന്മ നമ്മുടെ ജീവിതത്തിൽ നമ്മെ പിന്തുടർന്നു വരുന്നതായിരിക്കുന്ന, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ നന്മ. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സ്തോത്രം, കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്, അവരെ അനുഗമിച്ച പാറയെന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ആമേൻ. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, ആമേൻ, അവരുടെ പിറകെ അവരെ അനുഗമിച്ച, സ്തോത്രം, ആമേൻ, പാറ, അതിൽ നിന്നാണ് അവർ കുടിച്ചത്. സ്തോത്രം. ഒരിക്കൽ അത് കല്ലിലെ പിളർക്കപ്പെട്ടു. ആമേൻ. ധാരാളം വെള്ളം പുറപ്പെട്ടു. ആമേൻ. മരുഭൂമി വാസത്തിൽ അവരെ, ആമേൻ, അനുഗമിച്ച പാറ. സ്തോത്രം. ആമേൻ. ദൈവമക്കളെ, ആമേൻ, ദൈവത്തെ നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അവനെയാണ് നമ്മൾ അനുഗമിക്കുന്നതെങ്കിൽ, ആമേൻ, ആ ക്രിസ്തുവാകുന്ന, ഹല്ലേലൂയ, നന്മ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ പുറകെ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കുക, നമ്മൾ അവനെ അനുഗമിക്കുമ്പോൾ, ആമേൻ, അതൊരു നന്മയായി, അനുഗ്രഹമായി, അലങ്കാരമായി, സന്തോഷമായി, സംരക്ഷണമായി നമ്മുടെ പിറകെ, ഹല്ലേലൂയ, വരുന്നതായിരിക്കുന്ന ഒരു നന്മ എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 27-ാം സങ്കീർത്തനം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമെന്നാണ് വായിക്കുന്നത്. സ്തോത്രം. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. ഇത് അക്ഷരികമായിട്ടുമുണ്ട്, ആത്മീകമായിട്ടുമുണ്ട്. സ്തോത്രം. ആമേൻ. നാം ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ, ആമേൻ, ദൈവത്തിന്റെ നന്മകൾ നമ്മൾ എന്ത് ചെയ്യും? അനുഭവിക്കും, അത് കാണും. സ്തോത്രം. അത് സമാധാനമായി, അത് ദൈവിക സംരക്ഷണമായി, ദൈവികമായിരിക്കുന്ന സ്വസ്ഥതയായി, ആമേൻ, ദൈവികമായിരിക്കുന്ന സന്തോഷങ്ങളായി ഒക്കെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ മാത്രമല്ല, വരുവാനുള്ളതായിരിക്കുന്ന കാലത്തിലും നമ്മൾ ആ നന്മ കാണുമെന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. പലരും കർത്താവിനെ കണ്ടെത്തി, ആമേൻ, വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ വിലപിക്കുന്നത് കാണുവാൻ കഴിയും. ഓ, കർത്താവിനെ പിൻപറ്റിയിട്ട് എനിക്ക് ഒരു ഗുണവും ഉണ്ടായില്ല, ഒരു നന്മയും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നവരെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ക്രിസ്തുവിനെ അനുഗാമേൻ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളത്തിൽ ലഭിക്കുന്നതായിരിക്കുന്ന സ്വസ്ഥത എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളത്തിലുണ്ടാകുന്ന സമാധാനം എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ, ആമേൻ, നമ്മുടെ അകത്തുണ്ടാകുന്നതായിരിക്കുന്ന ഒരു പ്രാഗൽഭ്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നതൊക്കെ ആ മേഖലയിലൂയ ദൈവത്തിന്റെ നന്മകളാണ്. പ്രിയമുള്ളവരെ, സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ നോർത്ത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങള്. സ്തോത്രം. ഓരോ കൂട്ടായ്മയിൽ എന്ത് സംഭവിക്കുമെന്ന് മാനുഷികതയിൽ അറിഞ്ഞുകൂടാ. ആമേൻ. ഒരു കൂട്ടായ്മ തുടങ്ങിയാൽ അത് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഗ്രാമത്തിലൊക്കെ കടന്നു പോകുന്നു. ആമേ, അവിടെ നിന്ന് പോയതുപോലെ മടങ്ങി വരുമോ എന്ന് അറിഞ്ഞുകൂടാ.
സ്തോത്രമെങ്കിലും അകത്തൊരു ധൈര്യമുണ്ട്, അകത്തൊരു ഹല്ലേലൂയ സന്തോഷമുണ്ട്. ആമേ. കാരണം ആമേ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ദൈവത്തിന്റെ നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. എത്രയെത്രയോ ഭക്തന്മാർ ആമേ ഹല്ലേലൂയ കഷ്ടം അനുഭവിക്കുന്നു, ക്ലേശം അനുഭവിക്കുന്നു, പീഡനം അനുഭവിക്കുന്നു, ഉപദ്രവം അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ആമേ ഹല്ലേലൂയ സഹപാഠിയായിരുന്നിരിക്കുന്ന ഒരു ദൈവദാസനും കുടുംബവും ഇപ്പോൾ UP ജയിലിലാണ്. ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ ഒരു ബെഞ്ചിലിരുന്ന ഹല്ലേലൂയ പഠിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എത്രയെത്രയോ ജീവിതങ്ങള്. സ്തോത്രം. എന്നാൽ ആമേൻ അതിലും ആമേൻ അതിന്റെ നടുവിലും ആമേൻ അവരുടെ അകത്ത് ഒരു സമാധാനം, ഒരു സ്വസ്ഥത, ഒരു ധൈര്യം കർത്താവ് കൊടുക്കുവാൻ തക്കവണ്ണമിടയായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ഭയം കൂടാതെ വണ്ണം നിൽക്കുവാൻ തക്കവണ്ണം ആമേ ദൈവത്തിന്റെ കൃപ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. കർത്താവ് തന്നെ മുന്നേ പറഞ്ഞു, എൻ്റെ നാമ നിമിത്തം നിങ്ങളെ ആമേ നാടുവാഴികളുടെ മുമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അധികാരികളുടെ മുമ്പാകെ ഹല്ലേലൂയ നിർത്തും. എന്നാൽ അവിടെയൊക്കെ ആമേൻ ഒരു ഭക്തൻ പതറാതെ നിൽക്കുന്നത്, അവിടെയൊക്കെ ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ തളരാതെ നിൽക്കുന്നതിന്റെ കാരണം ആമേൻ അവന്റെ അകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന നന്മ കൊണ്ടാണ്. പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഒരിക്കലും ആമേൻ കർത്താവിങ്കിൽ വന്നിട്ട് ഭൗതികത്തെ മാത്രം നോക്കിക്കൊണ്ട് എനിക്കൊരു നന്മയും ഉണ്ടായില്ല, എൻ്റെ കുടുംബത്തിനൊരു ഗുണവും വന്നില്ല എന്ന് ഒരിക്കലും നമ്മൾ വിലപിപ്പാൻ ഇടയാകരുത്. അത് തിരിച്ചറിവിന്റെ ഹല്ലേലൂയ കുറവ് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, നമ്മള് ഈ ലോകത്തിൽ ഭൗതികമായിരിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രം ഹല്ലേലൂയ പ്രശംസിപ്പാൻ ഇടവരരുത്. 52-ാം സങ്കീർത്തനം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആമേ ഹല്ലേലൂയ, വീര നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത്? ആമേ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേ മഹാദയയെക്കുറിച്ച് അവിടെ ഹല്ലേലൂയ ദയയെക്കുറിച്ച് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്. ആമേൻ. 52-ാം സങ്കീർത്തനം അതിന്റെ ഹല്ലേലൂയ, വീര നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത്? ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, സ്വയം ഹല്ലേലൂയ ബലത്തിലോ, സ്വയം ഹല്ലേലൂയ ധനത്തിലോ, സ്വയം ഹല്ലേലൂയ ബുദ്ധിയിലോ ആമേൻ ഒന്നും നമുക്ക് ഹല്ലേലൂയ പ്രശംസിപ്പാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദയയിലാണ്, അഥവാ ദൈവത്തിന്റെ നന്മയിലാണ് നമ്മൾ പ്രശംസിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വാഭാവികമായിട്ട് ആമേ ശവമടക്കിന്റെ സമയത്തൊക്കെ ദൈവദാസന്മാർ ഇങ്ങനെ ഒടുവിൽ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേ ഇതാകുന്നു ആമേ ഹല്ലേലൂയ ഓരോ ഹല്ലേലൂയ മനുഷ്യന്റെ ഹല്ലേലൂയ അവസ്ഥയെങ്കിൽ ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്താ? ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെങ്കിൽ ബലവാൻ തന്റെ ബലത്തിൽ എന്തിനാണ് പ്രശംസിക്കുന്നത്? ആമേ പ്രിയമുള്ളവരെ, ധനത്തിലോ ബലത്തിലോ ബുദ്ധിയിലോ ആമേ ഹല്ലേലൂയ ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന ഒന്നിലും ഹല്ലേലൂയ ദൈവത്തെ മറന്ന് നമുക്ക് പ്രശംസിപ്പാനില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദയയാണ്, ദൈവത്തിന്റെ നന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മള് ആമേ ആരോഗ്യത്തോടെ ഒരു ദിവസം ജീവിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെതായിരിക്കുന്ന ദയ ആമേ ഹല്ലേലൂയ നന്മയാണ്. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഓരോ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങി പ്രഭാതത്തിൽ ആമേ ഹല്ലേലൂയ സന്തോഷത്തോടെ എഴുന്നേൽക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എത്രയോ കുടുംബങ്ങളിലാണ് സ്വസ്ഥതയില്ലാത്തത്, സമാധാനമില്ലാത്തത്, നരകതുല്യമായിരിക്കുന്ന അവസ്ഥകൾ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ നന്മയാണ്. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. എത്രയോ ആമേ ഹല്ലേലൂയ നമ്മൾ ആ വിഷയത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എത്രയോ കുടുംബങ്ങളാണ് കോടതി വ്യവഹാരത്തിലായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അങ്ങനെ നമ്മൾ എണ്ണിയാൽ ഒടുങ്ങാത്തതായിരിക്കുന്ന ദൈവത്തിന്റെ നന്മകളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സദൃശ്യവാക്യം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഭാര്യയെ ലഭിക്കുന്നവന് നന്മ ലഭിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭാര്യ ലഭിക്കുന്നതിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് മാത്രമല്ല, മാതൃകയോടെ ആത്മീയതയിൽ തലമുറകൾക്ക് മാതൃകയായി, ദേശത്തിന് മാതൃകയായി, അന്യോന്യം സന്തോഷത്തിലും സമാധാനത്തിലും കുടുംബജീവിതം നയിക്കുന്നെങ്കിൽ അത് ദൈവത്തിന് മഹത്വമാണ്. അവർ ദൈവത്തിന്റെ നന്മ അനുഭവിക്കുന്നവരാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ പോരായ്മയുണ്ടെങ്കിലും അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ച് കരങ്ങൾ ചേർത്ത് പിടിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് വലിയ ദൈവത്തിന്റെ നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എൻ്റെ കുടുംബമായിട്ടുള്ളതായിരിക്കുന്ന നോർത്ത് ഇന്ത്യൻ ജീവിതത്തിന്റെ ഹല്ലേലൂയ ആദ്യത്തെ ശുശ്രൂഷ സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് ജയ്പൂരിലേക്ക് പോകുമ്പോൾ മനേസർ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഹല്ലേലൂയ ബ്ലാക്ക് ക്യാറ്റ്സിന്റെ ഹല്ലേലൂയ മിലിറ്ററി ക്യാമ്പാണ്. അതിന് വെളിയിൽ ഒരു ചെറിയ മുറിയിലാണ് ഞങ്ങൾ താമസിക്കാനുള്ളത്. അതൊരു പ്രാർത്ഥന മുറിയായും അപ്പോൾ തന്നെ ഞങ്ങൾക്ക് പാർക്കുവാനുള്ളതായിരിക്കും. ഒരു വാതിലല്ലാതെ അതിന് മറ്റ് ജനലുകളൊന്നുമില്ലാത്തായിരിക്കും. അതിനകത്താണ് തിരി സ്റ്റൗ, മണ്ണെണ്ണ സ്റ്റൗ ഒക്കെ കത്തിച്ച് ഹല്ലേലൂയ കിടക്കുന്നത്. രാത്രിയിൽ ഹല്ലേലൂയ വാതിൽ അടയ്ക്കാതെ കിടക്കാനൊക്കത്തില്ല. അവിടെ ടോയ്ലറ്റോ മറ്റു സൗകര്യങ്ങളില്ല. ഒരു ചെറിയ ബോർവെല്ല്, ഹാൻഡ് പമ്പ് കൊണ്ട് അടിച്ചിങ്ങനെ എടുക്കുന്ന വെള്ളം എടുക്കുന്നതായിരിക്കുന്ന ഒരു ഹല്ലേലൂയ ബോർവെല്ല് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ മണ്ണ് കലർന്ന വെള്ളമാണ് വരുന്നത്. മണിക്കൂറുകൾ വെള്ളം ഇങ്ങനെ ഊറാനായിട്ട് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് നോർത്തിലേക്ക് വന്നതായിരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞതിന് ശേഷമാണ് അവൾ കുളിക്കുന്നത്. കാരണം ഒരു ബാത്റൂമില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഞങ്ങള് ചില ദിവസങ്ങൾ അങ്ങനെ പാർത്തിട്ട് ഒരു പ്രഭാതത്തിൽ ഹല്ലേലൂയ അന്യോന്യം ഞങ്ങളുടെ കരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുവാനിടയായി. കാരണം ഞങ്ങളുടെ ആ കൂട്ടായ്മയിൽ വരുന്നവരെല്ലാം മിലിറ്ററിക്കാരാണ്. അതിൽ ഒരു മലയാളി പോലുമില്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ അവരോട് പറയാനുള്ളതായിരിക്കുന്ന ഭാഷ ഹല്ലേലൂയ അന്നില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തോട് ഞങ്ങൾ കരയുവാനിടയായി. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഏലീശയുടെ പ്രവാചക ശിഷ്യന്മാര് ഹല്ലേലൂയ അവര് ഏലീശയോട് പറയുന്നതായിരിക്കുന്ന ഒരു പദമുണ്ട്, ഞങ്ങൾ പാർക്കുന്ന ഇടം ഇടുക്കമുള്ളതാണ്. ഞങ്ങളൊരു വിശാലതയ്ക്ക് വേണ്ടി യോർദാനിലേക്ക് മരം മുറിക്കുവാൻ പോകുന്നു. നീയും ഞങ്ങളോടുകൂടെ പോരേണം. ആ വചനം ഞങ്ങൾ പറഞ്ഞ് ഒരു പ്രഭാതത്തിൽ ഞങ്ങൾ കരങ്ങളെ ചേർത്ത് പിടിച്ച് ദൈവസന്നിധിയിൽ കരയുവാനിടയായി. അത്ഭുതം എന്ന് പറയട്ടെ പ്രിയമുള്ളവരെ, അന്നേ ദിവസം തന്നെ ദൈവം ഒരു വിടുതൽ തന്നു. അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്. അന്ന് രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ ചില പ്രിയപ്പെട്ടവർ വന്നു. പ്രാർത്ഥന കഴിഞ്ഞ് അവർ വെളിയിലേക്ക് ഇറങ്ങി. അവർ അന്യോന്യം എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടു. അതിലൊരു ഹല്ലേലൂയ സഹോദരനുണ്ടായിരുന്നു, ആന്ധ്രക്കാരൻ. അദ്ദേഹത്തിന് അല്പം മലയാളം അറിയാം. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ, നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് താമസിക്കുന്നത്? ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസം തോന്നുന്നു. ഞങ്ങളുടെ കൂടെ ഉള്ളതായിരിക്കുന്ന ഒരു സഹോദരന്റെ ഭവനത്തെ തന്റെ ക്വാർട്ടേഴ്സില് ഒരു മുറി ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ വന്ന് പാർക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അപ്പോൾ തന്നെ ഹല്ലേലൂയ ഞങ്ങളുടെ അല്പം ഒരു ചാക്കിനകത്ത് പറക്കിയിടാനുള്ള സാധനമേ ഉള്ളൂ ഞങ്ങൾക്ക്. അതെല്ലാം കൂടെ ഹല്ലേലൂയ ഒരു ചാക്കിനകത്ത് പറക്കിയിട്ടുകൊണ്ട് ആ സഹോദരന്മാരോട് ഒരുമിച്ച് ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ആ ക്വാർട്ടേഴ്സിലേക്ക് പോയി. ഹല്ലേലൂയ അവിടെ ശുശ്രൂഷിച്ച അത്രയും കാലം ആ ക്വാർട്ടേഴ്സിൽ പാർക്കാനുള്ളതായിരിക്കുന്ന ഭാഗ്യം ദൈവം ഒരുക്കി തന്നു. ഞാൻ പറയുന്നത് ഹല്ലേലൂയ, നമ്മൾ ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ കരം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന, ഈ പ്രഭാതം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞെരുക്കത്തിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആത്മനിയോഗത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ നിങ്ങൾ
വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, കരം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ, ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കിയാൽ മറുപടി ലഭിക്കാത്ത ഒരു വിഷയം പോലുമില്ല. ഹല്ലേലൂയ. ഞെരുക്കങ്ങളെ മാറ്റി വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ, ഇടുക്കം മാറ്റി ഒരു നന്മ കൊണ്ട് ജീവിതത്തെ അലങ്കരിക്കുവാൻ വലിയവനായിരിക്കുന്ന ദൈവം ശക്തനായ ദൈവമാണ്. എനിക്ക് അനുവദിച്ച സമയം തീരുവാൻ പോകുകയാണ്. സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന നന്മയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എന്താണ് ഈ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന നന്മ? പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവം തൻ്റെ ഹല്ലേലൂയ മഹത്വത്തിന്റെ നന്മ ഹല്ലേലൂയ മോശയുടെ മുമ്പാകെ കടക്കുമാറാക്കി. മോശയെ ഒരു പാറയുടെ പിളർപ്പിലാക്കിയതിനു ശേഷം ഹല്ലേലൂയ, അവിടെ എഴുതിയിരിക്കുന്നത് മഹത്വം എന്നാണെങ്കിൽ ഹല്ലേലൂയ, അത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഗുഡ്നസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അഥവാ ദൈവത്തിന്റെ ദൈവമഹത്വമാകുന്ന നന്മ. ദൈവമഹത്വമാകുന്ന നന്മ മുഴുവൻ മോശയുടെ മുമ്പാകെ കടക്കുമാറാക്കി. ദൈവമക്കളെ, ദൈവത്തിലുള്ളതായിരിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു നന്മയാണ് ദൈവിക മഹത്വം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ദൈവിക തേജസ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ നന്മയാണ് ദൈവം നമുക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന, സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അതിമഹത്തായ നന്മ എന്താണെന്ന് ചോദിച്ചാൽ ദൈവിക തേജസ്സാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, ഞാൻ ആ വാക്യം നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കും. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. 2 Thessalonians chapter 2 verse 14, 2:14. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവികമായ രക്ഷ, മാനസാന്തരം, നീതീകരണം, വിശുദ്ധീകരണം ഒക്കെ ഹല്ലേലൂയ നമുക്ക് ലഭിച്ച ഇതൊക്കെ നന്മകളാണ്. എന്നാൽ ഇതൊക്കെ നമുക്ക് ലഭിച്ചത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തേജസ്കരണം എന്നതായിരിക്കുന്ന അതിമഹത്വം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഒരു ദൈവദാസന്റെ പ്രസംഗത്തിൽ കേട്ടതായിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്: വാഴ നനയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചീരയും നനയും. പ്രൈസ് ദി ലോർഡ്. തെങ്ങ് നനയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചീരയും നനയും. അതുപോലെ സ്വർഗീയമായ നന്മയാകുന്ന ആ തേജസ്സിന് വേണ്ടി നമ്മെ വിളിച്ചിരിക്കുമ്പോൾ, അതിനുവേണ്ടി നമ്മെ ഒരുക്കുമ്പോൾ, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അതോടൊപ്പം ഈ ഭൂമിയിൽ നമുക്ക് ദൈവം തരുന്നതായിരിക്കുന്ന അനവധി നന്മകളുണ്ട്. എന്നാൽ ഈ നന്മയല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നമ്മൾ പ്രാപിക്കുവാൻ പോകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സാകുന്ന നന്മയാണ്. നമ്മെ വീണ്ടെടുത്തവനായ യേശു ക്രിസ്തു പ്രാപിച്ച പത്മോസിൽ യോഹന്നാന്റെ മുമ്പാകെ വെളിപ്പെട്ട അതേ തേജസ്, ആ മഹത്വം ഹല്ലേലൂയ പ്രാപിപ്പാനാണ് സുവിശേഷത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം. ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ഈ പ്രാർത്ഥനയിൽ കയറുന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ആരുമാകട്ടെ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥനാ ധ്വനിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥനയുടെ തണൽ എന്നുള്ളതായിരിക്കുന്ന ഈ പ്രഭാത പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ഇവിടുത്തെ നന്മകൾ നല്ലതാണ്, സന്തോഷമാണ്. എന്നാൽ ഹല്ലേലൂയ, ഇവിടം കൊണ്ട് അവസാനിക്കരുത്. വരുവാനുള്ള ലോകത്തിൽ ബലഹീനതയില്ലാത്ത, രോഗമില്ലാത്ത, പ്രഷറോ ഷുഗറോ ഹല്ലേലൂയ കൊളസ്ട്രോളോ
ഒന്നുമില്ലാത്ത ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ, സങ്കടങ്ങളില്ലാത്ത, ആവലാതികളില്ലാത്തതായിരിക്കുന്ന ഒരു ജീവിതം, ആമേ ഹല്ലേലൂയ, തേജസ്സിന്റെ ശരീരത്തോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ വാഴുന്നതായിരിക്കുന്ന ഒരു സമയമുണ്ട്, ഒരു യുഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കപ്പെടണം. അതാണ് അതിശ്രേഷ്ഠമായ ദൈവത്തിന്റെ നന്മ എന്ന് പറയുന്നത്. ആമേ ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം ആമേ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ 2026 ആമേ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. ആമേൻ. ഈ 2026 ആമേൻ, ദൈവികമായ നന്മകൾ ദൈവം നമുക്ക് പ്രകടമാക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന നന്മകൾ നമ്മൾ പ്രാപിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്നതായ ആ അതിമഹത്തായ നന്മയ്ക്ക് വേണ്ടി, തേജസ്സാകുന്ന നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി പാർത്തിരിക്കുന്നവരാകട്ടെ. ആമേ ഹല്ലേലൂയ. ആമേ. നമുക്കറിയാമായിരുന്നു സമയം മുമ്പോട്ട് പോകുന്തോറും ഒരു പുതുവർഷം വരുമെന്ന് നമുക്കറിയാമായിരുന്നു. ആമേ. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ആമേ. കണ്ണുമയ്ക്കുന്നതിനിടയിൽ ഒരു പുതുയുഗം വരികയും ആമേ പിന്നെ തിരികെ വരാതെ നാം നിത്യതയിൽ മറയുവാനിടയായി തീരും. ആമേ. അതിനായിട്ട് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടെ, ആശംസയോടെ എല്ലാവർക്കും ഹല്ലേലൂയ ഒരു പുതുവത്സരത്തിൻ്റെതായിരിക്കുന്ന നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ആമേ ഹല്ലേലൂയ വിരമിക്കുന്നു. അത്യുന്നതനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് സമയം അനുവദിച്ച, എന്നെ ക്ഷണിച്ച ആമേ ദേവദാസൻ ആമേ ബെൻസൺ ദാനിയേലിനോടും തൻ്റെ കുടുംബത്തോടും ഈ പ്രാർത്ഥനയിലെ എല്ലാ സഹാരികളോടും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്ന കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേ. താങ്ക് യു ബെന്നി പാസ്റ്ററെ. ദൈവം ശക്തമുള്ള ഇന്ന് പകൽക്കാലം, ഈ പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പുതുവത്സര സന്ദേശം നൽകുവാൻ ദൈവം നമുക്ക് കൃപ നൽകുവാടയായല്ലോ. ആമേ. സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന കർത്താവ് ആമേ നമ്മുടെ ജീവിതത്തിൽ ചില നന്മകൾ വെളിപ്പെടാനായിട്ടുണ്ട്. ചില നന്മകൾ കഴിഞ്ഞ നാളുകൾ വെളിപ്പെടുവാനിടയായി. ആമേ. ആ ചില ദൈവീയ വായ്ത്തത്വങ്ങള്, ആ ചില ദൈവീയ നന്മകൾ കണ്ട് സന്തോഷിപ്പാൻ ദൈവം നമ്മളെല്ലാവരും സഹായിപ്പാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കാം.